ഹായ്, എല്ലാവർക്കും അക്ഷിത വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എക്സ്പെഷ്യലി ഒരു ഓഫിൻ്റെ അന്നത്തെ കാര്യമാണ് കേട്ടോ. നമ്മളന്ന് ഉച്ചയ്ക്ക് ബിയാമാറിന്ന് പൊതിച്ചോറ് മേടിച്ചായിരുന്നു. മുട്ട പൊരിച്ചത്, ഒരു തോരൻ, കൊണ്ടാട്ടമുളക്, മീൻ വറുത്തത്, പിന്നെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി. അച്ചിങ്ങ മീൻസ് പയർ കേട്ടോ, നാടൻ പയർ മെഴുക്ക് വരട്ടി, പിന്നെ സാമ്പാർ, മോരുകറി, പിന്നെ നാരങ്ങച്ചാർ, പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നു. അത് ചൊവ്വരി പായസമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഊണ് ആയിരുന്നു. അപ്പോൾ ഈ സാമ്പാർ അവർ സെപ്പറേറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് വൈസ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, കഴിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ വിചാരിച്ച ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല ഫുഡിന് കേട്ടോ. പിന്നെ ഒരു പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് വൈകിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ തോന്നി. ഇതാണ് നമ്മൾ താമസിക്കുന്ന സുലൈമാൻ ഫക്കി ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷൻ. അതിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കാണ് കേട്ടോ. നമ്മൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഫോട്ടോ സെക്ഷനാണ് അവിടെ നടക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുമായിരുന്നു. അങ്ങനെ നമ്മൾ കോർണിച്ചിക്കുമാണ് പോയത്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള കോർണിച്ചാണ് കേട്ടോ. ഇവിടെ നമുക്ക് വാട്ടർ ഫൗണ്ടേഷൻ, അതായത് വെള്ളച്ചാട്ടം പോലുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുമെന്നാണ് പറയണത്. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു. ഒരു ഹോളിഡേ മൂഡായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്ക് 4 പേർക്ക് അവധി കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് അവിടുത്തെ കാഴ്ചകളാണേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കേരള ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. അവിടെ നമ്മൾ അരിപ്പത്തിരിയും അതുപോലെ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അത്രയേ ഉള്ളൂ. ബൈ ബൈ.